ടൗൺഷിപ്പിൽ വീട് നിർമ്മിക്കുന്നതിൽ താൽപര്യമില്ലെന്നും പകരം ധനസഹായം മതിയെന്നുമാണ് ഒരു വിഭാഗം ദുരന്തബാധിതരുടെ ആവശ്യം. 180ഓളം ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിൽ താൽപര്യമില്ല എന്നവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് സ്ഥലം നമുക്കത് പോരാ. നമുക്ക് ഇനിയിപ്പോൾ ടൗൺഷിപ്പ് അല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും സർക്കാർ പൈസ തരില്ല. അപ്പോൾ നമുക്ക് ഈ 5 സെൻറ്റ് എന്തായാലും പറ്റില്ല. തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട്. അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് പറയുന്നത് കൽപ്പറ്റ. ഞങ്ങളിപ്പോൾ താമസിച്ച 10 സെൻറ്റ് സ്ഥലത്തൊരു വീട്ടിലാണ്. ഇത് കക്കൂസും ബാത്റൂമും കെട്ടാനും സ്ഥലം പോലും ഉണ്ടാവില്ല. അപ്പോൾ സർക്കാർ സംഘടനകളിൽ നിന്ന് വാങ്ങുന്ന ഒരു 30 ലക്ഷം ഉണ്ടല്ലോ, ആ 30 ലക്ഷം ഇവിടുന്ന് ടൗൺഷിപ്പിൽ ആഗ്രഹമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും പോയി ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ ചെറിയൊരു വീട് വെക്കാനുള്ളൊരു നിലപാടാണ് ഞങ്ങളത്. അപ്പോൾ ഈ കൊടുക്കുന്നത് 5 സെൻറ്റ് ഒരു 10 സെൻറ്റാക്കി കൊടുത്താൽ അവർക്കത് ഉപകാരമാവും എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാം ഗഡു പറയുന്നുണ്ട് അവർ നെടുമ്പാല സ്ഥലം എടുക്കുന്നത്. അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നാൽ അത്ര പിന്നെ ഈ 5 സെൻറ്റ് സ്ഥലത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പൈസ തന്നാൽ നമ്മൾ, കാരണം നമുക്ക് 15 ലക്ഷം ഉറുപ്പ്യ തന്നാലും എവിടെയും ആവില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ പൈസ പറ്റൂല. പക്ഷെ കൂട്ടി പൈസ തരണം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കൂടുതൽ തരണം. 5 സെൻറ്റിൽ ഞങ്ങൾ തൃപ്തരല്ല. ഒരു 10 സെൻറ്റെങ്കിലും സ്ഥലം വേണം. അല്ലാതെ 100-300 വീടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് സേഫ്റ്റി ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ വരും, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരും. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്നുള്ളതാണ് ഞങ്ങളാണ്. ഓക്കെ അല്ലാതെ എന്താണെന്ന് പറയാൻ കാരണം ഓരോ അരേക്കർ സ്ഥലത്ത് ഒരു 1500 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളുണ്ട്. ഇവർ 5 സെൻറ്റ് സ്ഥലത്ത് ഒരു ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിച്ച് തരികയാണെങ്കിൽ നമുക്ക് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കതിൽ ആശങ്കയാണുള്ളത്. ചുരുങ്ങിയത് ഒരു 40 ലക്ഷം കിട്ടുകയാണെങ്കിൽ നമുക്കൊന്നും ടൗൺഷിപ്പ് വേണ്ട, പൈസ മതി. നമ്മൾ ഒരു സൗകര്യത്തിൽ, അത്രയും സൗകര്യത്തിൽ ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ. ടൗൺഷിപ്പിൽ എനിക്കിപ്പോൾ തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നമുക്ക് പൈസ എന്നിട്ട് ഒറ്റയടിക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. താല്പര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമുക്ക് താമസിക്കാമല്ലോ. വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ദീപക് മോഹൻ. ടൗൺഷിപ്പ് എന്ന പദ്ധതി നല്ലതാണ്, പക്ഷേ അതിൽ 5 സെന്റിൽ ഉയരുന്ന വീടിന്റെ ഘടന പോലും ഇതുവരെ താല്പര്യമുള്ള ഉചിതമായ പണം എന്നവർ ആവശ്യപ്പെടുമ്പോൾ എത്രയാണ് അവർ മനസ്സിൽ കാണുന്ന ഒരു തുക? ഓരോരുത്തരും ഇപ്പോൾ പല രീതിയിലാണല്ലോ പറയുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം സർക്കാരിനുമില്ലല്ലോ. ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി മാറുകയാണോ ദീപക്? തീർച്ചയായും സുജിയ, ഈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിൻ്റെ പദ്ധതികളിൽ ദുരന്തബാധിതർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ കണക്കിലാക്കാൻ. കാരണം ഈ ചൂരൽമലയിലെ മുണ്ടക്കയിലുമൊക്കെ മുൻപ് താമസിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് 5 സെൻറ്റിൽ വീടുകൾ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല, 20 സെൻറ്റ് മുതൽ 2.5 ഏക്കർ വരെയൊക്കെ സ്ഥലവും കൃഷിഭൂമിയും ഒക്കെ ഉള്ള ആളുകളാണ്. അവിടെ വീടുണ്ടായിരുന്നു. 10, 20, 30 ലക്ഷം രൂപയ്ക്ക് വീട് പണി പൂർത്തീകരിച്ച ആളുകളുണ്ട്, വീട് പണി പകുതിയാക്കിയ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നിരവധി ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം സർക്കാർ പ്രഖ്യാപിച്ച 2 ഇടങ്ങളിലെ പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത്, ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മറ്റൊന്ന് നെടുമ്പാലയിലെ തേയിലത്തോട്ടം മേഖലയുമായിരുന്നു. അവിടെ 10 സെൻറ്റും കൽപ്പറ്റയിൽ 5 സെൻറ്റുമായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാത്രം ഒതുങ്ങിയ സമയത്താണ് ഈ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിരവധി പേർ പറയുന്നത് ഈ 5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എങ്ങനെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ്. നമ്മൾ നേരത്തെ ഈ പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പിലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ ദുരന്തബാധിതരൊക്കെ ആയി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന പ്രധാന കാര്യം 5 സെൻറ്റിൽ എങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണ പ്രവൃത്തി നിർമ്മിച്ച് എങ്ങനെ അവർക്കതിൽ സൗകര്യത്തോടു കൂടി കഴിയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ടൗൺഷിപ്പ് പദ്ധതിയിൽ താല്പര്യമില്ലാത്തവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് 15 ലക്ഷം രൂപയാണ്. ഇവിടെയൊക്കെ സ്ഥലത്തിനെന്ന് പറയുന്നത് ഒരു സെൻറ്റിന് 1.5 ലക്ഷത്തിലധികം രൂപ കൊടുത്താലേ വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ വീട് നിർമ്മാണത്തിന് പോലും സ്ഥലം വാങ്ങാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സെൻറ്റിന് 1.5 ലക്ഷത്തിലധികം രൂപയുണ്ടെങ്കിൽ തന്നെ 15 ലക്ഷം രൂപ എന്നുള്ളത് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം സ്ഥലം വാങ്ങാൻ മാത്രം പോലും തികയാത്ത